ഗ്രാമഭംഗി. ദൈനംദിന ജീവിതത്തിൽ കാണുന്ന നിസ്സാര സംഗതികളിൽ പോലും പരമാനന്ദം കാണുന്ന രീതി, ശിശുക്കളുടെ സൗന്ദര്യഗീതി, ഇവയൊക്കെ കൊണ്ട് ശ്രദ്ധേയമായ ഒരു രീതിയായിരുന്നു ജോർജിയൻ കവികളുടേത്. ഇവർ യാന്ത്രികമായ നഗരങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിൽ യാന്ത്രികതയ്ക്കും നഗരങ്ങൾക്കും എതിരായിട്ട് നിഷ്കളങ്കമായ ഗ്രാമങ്ങൾക്ക് വേണ്ടി തൂലികയെടുത്ത കവികളാണ് ജോർജിയൻ കവികൾ. ആ കവികളുമായിട്ട് തീർച്ചയായും ആലപ്പാടിനും സാദൃശ്യമുണ്ട്. പേര് പറയാനാവാത്ത ഒരു നിശബ്ദമായ ആനന്ദത്തിൽ ദുഃഖഛായ കലർന്ന ലിറിക്കുകൾ എഴുതിയ എഡ്വേർഡ് തോമസ്, ലളിതമായ കവിതകൾ നമുക്ക് തന്ന W.H. ഡേവിഡ്, ഇവരെ അനുസ്മരിപ്പിക്കുന്ന വാൾട്ടർ ഡെലാമേർ എന്നിവരുടെ പേരാണ് ഇക്കാലത്തെ ജോർജിയൻ കവികളുടെ പേരായിട്ട് നമ്മൾ കേൾക്കാറുള്ളത്. ശിശുസഹജമായ ഒരു വിസ്മയത്തോടെ ഓരോ വസ്തുവിനെയും നോക്കിക്കാണുന്ന ഡെലാമേർ, അദ്ദേഹം മരിക്കുന്നത് 1956 ആലപ്പാടിൽ മരിച്ച് 2 വർഷം കഴിഞ്ഞിട്ട്. അദ്ദേഹം കലോലമാലയിൽ വീണ വെള്ളാരങ്കല്ലും കുഞ്ഞ് കയ്യിൽ വെച്ച് തന്ന ആ മൺതരിയും കണ്ട് വിസ്മയം കൂറുന്ന ആലപ്പാടിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കവിയാണ്. ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മോഷ്ടിച്ചതല്ല എന്നുള്ളതാണ് സത്യം. ചില കവികളുടെ മനസ്സിൽ അങ്ങനെയുള്ള ആശയങ്ങൾ സ്വയം രൂപം കൊള്ളുകയാണ്. നമ്മളതിനെ അവിടുന്ന് മോഷ്ടിച്ചു ഇവിടുന്ന് മോഷ്ടിച്ചു. ഈ ഡെലാമേറുടെ കവിത വായിച്ചിട്ടല്ല ആലപ്പാടൻ എഴുതുന്നത്, ആലപ്പാടിൻ്റെ കവിത വായിച്ചിട്ടല്ല ഡെലാമേറും എഴുതുന്നത്. അപ്പോൾ അതൊരു കടം കൊള്ളലല്ല, അവരുടേതായ ഒരു രീതിയാണത്. തൻ്റെ ചുറ്റുമുള്ള ഭൗതിക ലോകത്തിൽ നിന്ന് ആലപ്പാടൻ്റെ കവിത ഓടി ഒളിക്കുന്നില്ല. അദ്ദേഹം ഈ കള്ളത്തരവും പൊള്ളപ്പുറമ്പൂച്ചും കലർന്ന പ്രപഞ്ചത്തിൽ തൻ്റേതായ ആത്മാർത്ഥതയുടെയും അനാഡംബരതയുടെയും സത്യത്തിൻ്റെയും ഒരു ലോകം കെട്ടിപ്പടുക്കുന്നു. ശിശു സഹജമായ ഒരു പ്രസാദാത്മകത്വത്തോടെ ആ ലോകത്തിൽ പൊട്ടിച്ചിരികൾ നിറയ്ക്കുന്നു. അങ്ങനെ അത്ഭുതത്തോടും വിസ്മയത്തോടും കൂടി താൻ നോക്കിക്കാണുന്ന ഓരോരോ വസ്തുവിനെയും, അത് നിസ്സാരത്തിൽ നിസ്സാരമാകട്ടെ, അതിനെയും ഓരോരോ മനുഷ്യ മനസ്സിനെയും തൻ്റെ പ്രേമത്തിൻ്റെ ഇന്ദ്രജാലത്താൽ പൊന്നാക്കി മാറ്റുന്നു. ഏതൊക്കെയോ പണിത്തരങ്ങൾക്ക് അവയെ ഉപയുക്തമാക്കുന്നു. ഉരുക്കിടുന്നു, മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ. വില്യം ബ്ലേക്കിനെയോ ഡിലാമേറയോ പോലെ അദ്ദേഹത്തിനും ഉണ്ട് ഒരു ഫാൻറ്റസിയുടെ ലോകം. ആ ലോകത്തിലുമുണ്ട് സുഖവും ദുഃഖവും ശാശ്വത രഹസ്യങ്ങളുടേതായ ആ നിഗൂഢ ലോകത്തിലിരുന്ന് അദ്ദേഹം പൊഴിക്കുന്ന ആ കണ്ണുനീർത്തുള്ളികൾ നിഷ്കളങ്കനായ ഒരു ശിശുവിൻ്റേതുപോലെ അകൃത്രിമങ്ങളാണ് എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ഉതിർക്കുന്ന ചിരിയുടെ നറുമുത്തുകളാകട്ടെ വികൃതിക്കുട്ടിയുടേതുപോലെ ഒരു വിദ്വേഷരഹിതമായ ഒരു പൊട്ടിച്ചിരി, ഒരു നർമ്മരസം ആണ് അതിലുള്ളത്. എസ്രാ പൗണ്ടും ആമി ലോവേലും ഹിൽഡ ഡുലിറ്റിലും നടത്തിയ പരീക്ഷണത്തിൻ്റെ ഫലമായി യുദ്ധാനന്തര സാഹിത്യ ലോകത്ത് ഉയർന്നു വന്നതാണ് ഇമേജിസം എന്നത്. ഏറ്റവും കുറച്ച് വാക്കുകളിൽ ഒരു ദൃശ്യത്തെ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഇമേജിസ്റ്റുകളുടെ രീതി. അവർ പ്രാസമൊന്നും നോക്കില്ല. ചെറിയ വരിയിൽ വിശേഷണങ്ങളുടെ ഭാരമൊന്നുമില്ലാതെയുള്ള ഒരു രചനയാണ്. ഹിൽഡ ഡൂലിറ്റിലിൻ്റെ ഉദ്യാന വർണ്ണനയാണ് ഇതിനുദാഹരണമായിട്ട് എടുത്ത് കാട്ടാറുള്ളത്. ഇതിൻ്റെ ഈ ഒരു രീതി വാസ്തവത്തിൽ പൗരസ്ത്യ ദീപത്തിൻ്റെ അവസാന വരികളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉയർത്തുകൻ ഇതളിനെ കല്ലോലത്തോടണയ്ക്കുക, എന്നെ കല്ലോലത്തോടണയ്ക്കുക എന്നെ ഓം മണി പത്മേഹും സുപ്രഭാതമുദിക്കയായി ലയിച്ചിടുന്നു തൂമഞ്ഞു തുള്ളി മിന്നും കടൽക്കകം. ഇതൊരു ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തൊരു ഭാഗമാണ്. എന്തായാലും അതിൽ അനാവശ്യമായ വാക്കുകളൊക്കെ ഒഴിവാക്കി സാമാന്യവൽക്കരണവും കാപട്യവും ഒഴിച്ചു നിർത്താനാവുന്ന വിധത്തിൽ ഉള്ളൊരു പ്രത്യേക രീതിയാണിത്. D.H. ലോറൻസും ഇമേജിസ്റ്റുകളുടെ രീതി താൽക്കാലികമായിട്ട് പ്രയോഗിച്ച് നോക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പോയട്രി വാസ് ടു ലോറൻസ് the medium most appropriate to the expression of sudden intuitions, wandering glimpses of natural beauty, starting identifications with the psychology and emotions of birds and animals, moments of bitterness and exasperation with human stupidity, and both the high and the low points in his own emotional
ആൻഡ് ഫിസിക്കൽ എക്സ്പീരിയൻസ്. ജീവിതത്തിലെ മനോഹരങ്ങളായ നിമിഷങ്ങൾ, ദുഃഖം നിറഞ്ഞ സന്ദർഭങ്ങൾ, പക്ഷിച്ചിറകിലും പുൽക്കൊടിയിലും ദർശിക്കുന്ന അമോഘമായ സൗന്ദര്യത്തിൻ്റെ മിന്നലാട്ടങ്ങൾ, ഒരു പശു ആല് കുടയുമ്പോഴോ ഒരു മൺതരി സ്പർശിക്കുമ്പോഴോ നമ്മുടെ ഉള്ളിലൂറുന്ന അദ്വൈത ചിന്തകൾ, പെട്ടെന്ന് മനസ്സിൽ കടന്നു വരുന്ന ചില പുത്തൻ അനുഭൂതികളുടെ ആവിഷ്കരണങ്ങൾ, അവയെക്കുറിച്ചിടാൻ മാത്രം തൂവലെടുത്ത് കവിത എഴുതിയ നാലപ്പാടൻ. അദ്ദേഹത്തിൻ്റെ കവിത ജീവിതരക്തത്തിൽ മുക്കിയെടുത്ത ഒരാവിഷ്കാരമായിരുന്നു. ഗദ്യമാകട്ടെ ആ അനുഭവങ്ങളെ ശാസ്ത്രീയമായ രീതിയിലൊക്കെ അപഗ്രഥിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള അധ്യാപക കുറിപ്പുകളും. രതിസാമ്രാജ്യവും ആർഷജ്ഞാനവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും കവിതയെയും ശരിക്കും മനസ്സിലാക്കാൻ സഹായിക്കുന്ന അധ്യാപക കുറിപ്പുകൾ മാത്രമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ടീച്ചിങ് നോട്ട്സ് എഴുതില്ലേ, ആ കവിതയെ മനസ്സിലാക്കണമെങ്കിൽ ആ ടീച്ചിങ് നോട്ട്സ് എഴുതിയാൽ വളരെ എളുപ്പമാണ്. താൻ കടന്നു പോകുന്ന പടികളെക്കുറിച്ച് ശിഷ്യന്മാർക്ക് അറിവ് തരാൻ നിർമ്മിച്ചു വെച്ച ചില വഴികാട്ടിപ്പലകകൾ എന്ന് ആർഷജ്ഞാനത്തെയും രതിസാമ്രാജ്യത്തെയും നമുക്ക് വിളിക്കാം.